CMRL എക്സാലോജി കേസ് പുതിയ വഴിത്തിരിവിലേക്ക് മാറുകയാണ്. ആദ്യം മുതലേ ഞങ്ങൾ സൂചിപ്പിച്ചൊരു വിഷയമാണ്. എന്തിനാണ് CMRL കരിമണൽ കർത്ത ശശിധരൻ കർത്ത എന്തിനാണ് അവരുടെ കമ്പനി 2 കോടി രൂപ വരെ പ്രതിമാസം 8 ലക്ഷവും 5 ലക്ഷവും വെച്ച് 13 ലക്ഷം വെച്ച് എങ്ങനെയാണ് 2 വർഷം വരെ പല രൂപത്തിൽ 2 കോടി രൂപ വീണ വിജയന് എന്തിന് കൊടുത്തു? വീണ വിജയൻ്റെ എക്സാലോജി കമ്പനി ഇപ്പോൾ കമ്പനി പൂട്ടി. കമ്പനി ഒരു സർവീസും സേവനവും ആർക്ക് കൊടുത്തിട്ടില്ല? കൃത്യമായി എക്സാലോജി കമ്പനിക്ക് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എക്സാലോജി കമ്പനി ഈ പണം അവർ വാങ്ങിയത്, കൈപ്പറ്റിയത്? അപ്പോഴാണ് ശശിധരൻ കർത്തയുടെ നല്ല രസകരമായ ഒരു കൗതുകകരമായ രസകരമായ നമുക്കെല്ലാവർക്കും അത്ഭുതം നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നത്. ശശിധരൻ കർത്തയുടെ മൊഴി പിണറായിയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ് പിണറായിയുടെ മകൾക്കാണ് പൈസ കൊടുത്തത്. അതിന് ദുരുദ്ദേശമുണ്ട്. അല്ലാതെ പിണറായിയുടെ മകളല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാംഗ്ലൂരിലെ ഒരു ചെറിയ കമ്പനി, ഒരു തട്ടിക്കൂട്ട് കമ്പനിക്ക്, എക്സാലോജിക്ക് പോലുള്ള ഒരു ചെറിയ കമ്പനിക്ക് ഞങ്ങൾ ഇത്രയും പണം കൊടുക്കാൻ മണ്ടന്മാരാണോ ഞങ്ങൾ? കാരണം ഞങ്ങൾ ഒരുപാട് കാര്യം, ഞങ്ങളുടെ കയ്യിൽ വലിയ വലിയ കമ്പനികൾ, കേരളത്തിലെയും ഇന്ത്യയിലെയും രാജ്യത്തിലെയും വലിയ കമ്പനികൾ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വലിയ കമ്പനികൾ ഞങ്ങളുമായി ടൈപ്പ് ഉള്ളപ്പോൾ, ഈ ഒരു കുഞ്ഞു കമ്പനിക്ക് ഞങ്ങൾ പ്രോജക്റ്റ് കൊടുക്കുമോ, അസൈൻമെൻറ്റ് കൊടുക്കുമോ, കൺസൾട്ടൻസി കൊടുക്കുമോ എന്നാണ് കർത്ത ചോദിക്കുന്നത്. കർത്തയുടെ ചോദ്യം വളരെ ലളിതമാണ്, വളരെ സീരിയസുമാണ്. അപ്പോൾ എന്തായാലും കരിമണൽ കർത്ത ശശിധരൻ കർത്ത കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സാലോജിക്കിൻ്റെ പേരിൽ വീണ വിജയന് പണം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തത്വത്തിൽ പിണറായി വിജയന് കൊടുത്ത പണമായി തന്നെ കണക്കാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഗുരുതരമാണ് വിഷയങ്ങൾ. പിണറായി വിജയനെയും ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കേസ് കറങ്ങി പിണറായി വിജയനിലേക്ക് എത്തുകയാണ്. ശശിധരൻ കർത്തയുടെ കേസ് കേവലം ശശിധരൻ കർത്തയും വീണ വിജയനും തമ്മിലുള്ള ഒരു ഇടപാട് എന്നത് മാറി, 2 കോടി രൂപയുടെ ഇടപാടെന്നത് മാറി ശശിധരൻ കർത്ത വേഴ്സസ് പിണറായി വിജയൻ എന്നുള്ള രീതിയിൽ കേസ് മാറുകയാണ്. അപ്പോൾ അത് വളരെ വലിയ ഒരു വിഷയത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. കരിമണൽ കർത്തയുടെ മാസപ്പടി കേസ് കൊടുത്തത് കൃത്യമായി കരാറ് പിണറായി മേൽ അടുപ്പത്തിൻ്റെ പേരിലാണ്. വീണ സേവനമൊന്നും നൽകിയിട്ടില്ല. അത് ഞങ്ങൾ കൊടുത്തതൊരു ഗിഫ്റ്റ് മണിയായിട്ട് തന്നെയാണ്. അതിലൂടെ പിണറായി വിജയനെ സ്വാധീനിച്ച് ഞങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും പിണറായി വിജയൻ്റെ വകുപ്പിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും അതുപോലെ എൻവയോൺമെൻറ്റ് ക്ലിയറൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ പണം കൊടുത്തതെന്ന് ശശിധരൻ കർത്ത മൊഴി കൊടുക്കുമ്പോൾ സംഗതി വഷളാവുകയാണ്. കാര്യം 100% അടിക്കുകയാണ്. മൊത്തത്തിൽ ടേൺ അടിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് ഇത് പരിഹരിച്ചു വരിക എന്നറിയില്ല. എന്തായാലും ഈ മൊഴി വലിയ ഒരു കുരുക്കാണ്. അതുകൊണ്ട് പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും. പിണറായിക്കും അതൊരു വലിയ കുരുക്കാണ്, വീണയ്ക്കും കുരുക്കാണ്. 2 കൂട്ടർക്കും മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് വളരെ പ്രധാനം. അതുകൊണ്ട് തന്നെ ശശിധരൻ കർത്തയുടെ ഈ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. CMRL എക്സാലോജി കേസ് ഇടപാടിൽ CMRLന് വേണ്ടി ഒരു സർവീസും എക്സാലോജി തന്നിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ വീണ വിജയൻ്റെ അച്ഛൻ പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പത്തിന് വേണ്ടി മാത്രമാണ് ഇത് കൊടുത്തതെന്നും പണം കൊടുത്തതെന്നും സേവനം കടലാസിലാണെന്നും വീണയുടെ ഒരു സേവനവും CMRL കമ്പനിക്ക് കിട്ടിയിട്ടില്ല എന്നും ശശിധരൻ കർത്ത കോടതിയിൽ അഫിഡവിറ്റിലൂടെയും അല്ലാതെയും വ്യക്തമാക്കിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ട്രാപ്പിൽ വീഴുന്നത്, വെട്ടിൽ വീഴുന്നത് വീണ വിജയനും പിണറായി വിജയനും മുഹമ്മദ് റിയാസും തന്നെയാണ്.